ഗോൾഡൻ ക്രിസ്പി മസാല ദോശ എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല നെയ്യൊക്കെ പുരട്ടിയ ദോശയും ഫ്ലേവർഫുൾ ആയുള്ള പൊട്ടാറ്റോ ഫില്ലിങ്ങും. ഒരു 5 മസാല ദോശ എടുക്കാൻ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് 4 വിസിലിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ഈ ക്യാരറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പകുതി ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്യാം. സവാള നീളത്തിലൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. ഞാൻ വീട്ടിലെപ്പോഴും വെളിച്ചെണ്ണയിലാണ് മസാല ദോശ ഉണ്ടാക്കാറ്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് 5 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഉഴുന്നും പരിപ്പ് എടുക്കുന്നുണ്ട്. അത് രണ്ടും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കിങ്ങനെ മസാല ദോശയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അത് രണ്ടൊന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ സവാളയും ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ക്യാരറ്റിന് ഒരല്പം വേവുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ. പൊട്ടറ്റോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരല്പം വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പൊട്ടറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് വേണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നല്ല ഒരു ദോശ ചുട്ടെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശമാവ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുളിച്ച മാവ് ഉപ്പ് ചേർക്കാതെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 4-5 ദിവസം വരെ ഈ ദോശമാവൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ആ ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് ഒരുപാട് ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ പാൻ നന്നായിട്ട് ചൂടായിരിക്കണം. തിന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ സൈഡിലും ഒരല്പം നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫ്ലിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സെൻറ്റർ പോർഷനിലാണ് മെയിനായിട്ട് ഫില്ലിങ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലും ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ട് 2 സൈഡിൽ നിന്ന് മടക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ദോശയ്ക്ക് എപ്പോഴും എനിക്കിഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ഒരു നല്ല കോഫിയാണ്. അങ്ങനെ നമ്മുടെ ചൂട് കാപ്പിയും മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരല്പം പഞ്ചസാരയും ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒരല്പം നെയ്യും കൂടെ ചേർക്കുമ്പോൾ തന്നെ ഇത് അടിപൊളിയാണ്. മസാല ദോശ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കും.